ഹായ് ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും ശാന്തി വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കുറച്ച് ബിഗോണിയ ചെടീൻ്റെ കെയറും അതിൻ്റെ പരിപാലനം പോക്കുന്നതൊക്കെയാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് ബിഗോണിയ കളക്ഷൻസ് ഉണ്ടായിരുന്നു. അത് മുന്നത്തെ വീഡിയോയിലൊക്കെ നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ തോട്ടത്തിലേക്ക് പുതിയൊരു ബിഗോണിയയും കൂടി കിട്ടിയിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ ഈ ബിഗോണിയൻ്റെ കളക്ഷൻ. ഇത് നമുക്ക് ഇല്ലായിരുന്നു, നമ്മളൊരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിന്ന് കണ്ടപ്പോൾ എടുത്തു കൊണ്ടുവന്നതാണ്. ബിഗോണിയ നമ്മൾക്ക് ഇല്ലായിരുന്നു, അപ്പോൾ നമുക്കത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരു പോട്ടിലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇത് ഓൾറെഡി നമുക്കറിയാം കിഴങ്ങുന്നാണ് ഈ ഒരു തൈ മുളച്ച് വരുന്നത്. ഇത് കുഴിച്ചിട്ടിട്ട് തന്നെ പെട്ടെന്ന് തന്നെ ഉണ്ടായി വരുന്നതാണ്. ഇതിന് മെയിനായിട്ട് പറയേണ്ടത് ഇതിൻ്റെ ഇലേൻ്റെ വെറൈറ്റി തന്നെയാണ്. പൂക്കളെക്കാട്ടും കൂടുതൽ ഇലകൾക്ക് ഭംഗിയുള്ളത് കൊണ്ടാണ് ഈ ചെടി ഇന്ന് എല്ലാവരും തന്നെ വളർത്തുന്നത്. ഇതിൽ ചെറിയൊരു പൂവും കൂടി ഉണ്ട്. നല്ലൊരു കിഴങ്ങ് തന്നെയാണ്, അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ പിടിച്ചു കിട്ടുമെന്ന് വിചാരിക്കുക. നമുക്കിത് നല്ലൊരു പോട്ടിലേക്ക് മാറ്റി വെച്ച് കൊടുക്കാം. ഇതാണ് നമ്മൾ ബിഗോണിയ നടാൻ വേണ്ടിയിട്ട് എടുത്തിരിക്കുന്ന പോട്ട്. അപ്പോൾ നമുക്ക് പോട്ട് മിക്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇപ്പം നിങ്ങൾ ഈ കാണുന്നതാണ് കുറച്ച് ചകിരിച്ചണ്ടിയാണ്, അതുപോലെ തന്നെ കുറച്ച് ഐഡിയ മരത്തിൻ്റെ കുറച്ച് വേസ്റ്റും ഉണ്ട്. പിന്നെ നമുക്ക് ഉള്ളത് ഈ മണ്ണും ചാണകപ്പൊടിയും ചേർത്തിട്ടുള്ളത് മിശ്രിതമാണ്, ഗാർഡനിങ് സോയിലാണ് ഇത്. അപ്പോൾ ഈ ഒരു മിശ്രിതം കൊണ്ടാണ് നമ്മൾ പോട്ട് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതൊക്കെ വെച്ചിട്ട് പോട്ട് വേഗം തന്നെ സെറ്റ് ചെയ്തെടുക്കാം. ഇങ്ങനത്തെ പോട്ട് എടുക്കുമ്പോൾ നമ്മൾ പ്രത്യേകം പ്രോപ്പറായിട്ടുള്ള ഡ്രെയിനേജ് ഉണ്ടാകുന്നുണ്ടോ നോക്കണം. പിന്നെ ഇത് നമ്മൾ പൊട്ടിയ ചട്ടിയുടെ ബാക്കിയുള്ള ഭാഗങ്ങളാണ്. ഇതുപോലെ നമുക്ക് ഓടിൻ്റെ കഷ്ണങ്ങൾ വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ബാക്കിയുള്ള മിക്സും കൂടി ഇട്ട് കൊടുക്കാം. ആദ്യം നമ്മൾ ഈ ചകിരിച്ചണ്ടിയും പിന്നെ മരത്തിൻ്റെ വരുന്ന ചണ്ടിയുമാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മണ്ണും ചാണകപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഒരുപാട് വലിയ പോട്ട് എടുക്കുന്നതിനെക്കാട്ടി ഇതേപോലെ കുറച്ച് ചെറുത് എടുത്തിട്ട് നല്ല വായുവട്ടമുള്ള പോട്ട് എടുക്കുന്നതാണ് ബിഗോണിയ ചെടികൾക്ക് ഏറ്റവും നല്ലത്. കുറേ മണ്ണൊക്കെ വെച്ച് നടുന്നതിനെക്കാട്ടും നല്ലത് കുറച്ച് ഇതുപോലെ കൊക്കോ പീറ്റ്, അതുപോലെ തന്നെ ഈ പൊട്ടിയ ചട്ടിയുടെയൊക്കെ കഷ്ണങ്ങൾ, പിന്നെ കുറച്ച് മണ്ണും കൂടി ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമ്മൾ നമ്മുടെ ഈ ഒരു ബിഗോണിയ ഇതിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. ഇതിപ്പോൾ കിഴങ്ങുള്ളത് കൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് പിടിച്ച് കിട്ടുന്നതാണ്. ഇതിൻ്റെ ഇല വരെ നമുക്ക് കുഴിച്ചിട്ടിട്ട് വേരുണ്ടാക്കി എടുത്തിട്ട് റീപോർട്ട് ചെയ്ത് എടുക്കാവുന്നതാണ്. ശരിക്കും നല്ലൊരു ഭംഗിയുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു ഇലകളാണ് ഇതിനുള്ളത്. നമ്മൾ കുറച്ച് വെള്ളം കൂടി ഇതിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. ആദ്യത്തെ 2-3 ദിവസം നല്ലൊരു ഷെയ്ഡുള്ള സ്ഥലത്ത് നമുക്ക് വെച്ച് കൊടുക്കാം. പിന്നെ നമുക്ക് പാർഷ്യൽ ഷെയ്ഡുള്ള സ്ഥലത്തേക്ക് മാറ്റി കൊടുക്കാം. ഓവറായിട്ട് വെയിലും അതുപോലെ തന്നെ വെള്ളമൊന്നും ഈ ചെടി ആഗ്രഹിക്കുന്നില്ല. ഈ ചെടി ഇപ്പം നമ്മൾ വെച്ച് കൊടുക്കുന്നത് ഹാങ്ങിങ് പ്ലാന്റിൻ്റെ ഒക്കെ ഒരു താഴത്തായിട്ടും അതുപോലെ തന്നെ എന്നാൽ കുറച്ച് വെയിലടിക്കുന്നൊരു ഭാഗത്തായിട്ട് തന്നെയാണ്. നമുക്ക് ബാക്കിയുള്ള ബിഗോണിയാണ് ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഇത് കിഴങ്ങ് വർഗ്ഗത്തിൽപ്പെട്ടൊരു ബിഗോണിയ തന്നെയാണ്, റൈസോമാറ്റസ് ബിഗോണിയ. എല്ലാത്തിനും ഇലകളുടെ ഒരു ഭംഗിയാണ് ഈ ചെടീനെ കൂടുതൽ ഭംഗിയുള്ളതാക്കുന്നത്. ഇതൊരു മറ്റൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു ബിഗോണിയാണ്. ഒരു ബ്ലാക്ക് ഷെയ്ഡിലാണ് ഇതിൻ്റെ ഇല വരുന്നത്. ഇതിൻ്റെ അപ്പുറത്തെ ഭാഗത്ത് നല്ല മെറൂൺ കളറുമാണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ സ്റ്റെമ്മിനൊക്കെ നല്ല ഒരു മുള്ളു പോലത്തെ ഉള്ളൊരു അപ്പിയറൻസ് ആണ്. അതുകൊണ്ട് തന്നെ ഈ ചെടിയൊക്കെ നല്ലൊരു ഭംഗിയാണ് കാണാനും. ഇത് നമ്മളെടുത്തിട്ടുള്ള വേറെ ബിഗോണിയ കളക്ഷനാണ്. ഇതിൻ്റെ ഒരു വൈറ്റ് വെറൈറ്റിയും കൂടി ഉണ്ട്. ഇതിൽ നന്നായിട്ട് പൂവിട്ടിട്ടുണ്ട്. ഇതിൻ്റെ ഇലകൾക്കൊരു പ്രത്യേകത ഉണ്ട്, നല്ല വാക്സ് ലൈക്ക് ആയിട്ടുള്ളൊരു അപ്പിയറൻസ് ആണ്. പിന്നെ ഈ ഒരു കളറ് പൂവും കൂടിയും വരുമ്പോൾ നല്ല ഭംഗിയാണ്. അപ്പോൾ നമ്മുടെ ബിഗോണിയത്തിൻ്റെ കളക്ഷൻസ് ഇത്രയൊക്കെയാണ്. അപ്പോൾ നമുക്ക് വീഡിയോ നിർത്തുകയാണ്. കൂട്ടുകാർക്കൊക്കെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ഇതുപോലുള്ള വീഡിയോസുമായിട്ട് ഇനിയും നമ്മൾ വരുന്നതായിരിക്കും. അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ.